വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പല വിദ്യാർത്ഥികളും പല ആവർത്തി ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഇനി 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് ഏതൊക്കെ സെമസ്റ്റർ പരീക്ഷകൾ എഴുതാമെന്ന്. അടുത്ത മാസം തുടങ്ങാൻ പോകുന്ന 2ാം സെമസ്റ്റർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളും അതിനുശേഷം 4ാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകൾക്ക് ശേഷം ഇനി വരുന്ന 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് എഴുതാൻ സാധിക്കുമോ എന്ന് പല വിദ്യാർത്ഥികളും നമ്മുടെ കമൻറ്റ് ബോക്സിൽ ചോദിക്കുന്നുണ്ട്. നമ്മൾ മുമ്പത്തെ വീഡിയോസിൽ പറഞ്ഞതുപോലെ 5 to 6 ഇയേഴ്സ് ആണ് ഒരു ഡിഗ്രി എന്ന പ്രോഗ്രാമിൻ്റെ ലോങ്ങിവിറ്റി അഥവാ ഡ്യൂറേഷൻ എന്ന് പറയുന്നത്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ആ ഡ്യൂറേഷൻ കഴിഞ്ഞിരിക്കുകയാണ് 2025. അങ്ങനെയെങ്കിൽ ഇനിയുള്ള പരീക്ഷകൾ എഴുതാൻ സാധിക്കുമെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ്. പലപ്പോഴും ഓരോ നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് അല്ലെങ്കിൽ 2020 അഡ്മിഷൻ ഓൺവേർഡ്സ്. ഇങ്ങനെയുള്ള നോട്ടിഫിക്കേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷ് ചെയ്യുമ്പോൾ വിദ്യാർത്ഥികൾ ആദ്യം നോക്കേണ്ടത് ഡിഗ്രി പ്രോഗ്രാമിന് അഡ്മിഷൻ എടുത്ത വർഷമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. നിങ്ങളുടെ അഡ്മിഷൻ എടുത്ത വർഷം അതിൽ ഇൻക്ലൂഡഡ് ആണോ എങ്കിൽ, ഇപ്പോൾ 2019 അഡ്മിഷൻ ഓൺവേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2019 അഡ്മിഷൻ മുതലുള്ള വിദ്യാർത്ഥികൾക്ക് താഴെ പറയുന്ന പരീക്ഷകൾ എഴുതാമെന്നാണ്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കി വയ്ക്കുക. ഇനി വരുന്ന ഓഡ് സെമസ്റ്റർ പരീക്ഷകൾ 1, 3, 5 സെമസ്റ്റർ പരീക്ഷകൾ 2019 അഡ്മിഷൻ വിദ്യാർത്ഥികൾക്ക് സാധിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദ നോട്ടിഫിക്കേഷൻ. വരുന്ന നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് വായിച്ച് നോക്കുക. നിങ്ങളുടെ അഡ്മിഷൻ ഇയർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സാധാരണ 2025 ഇനി വരുന്ന ഓഡ് സെമസ്റ്റർ പരീക്ഷകൾക്ക് അങ്ങനെയുള്ള അവസരം ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയുള്ള വാർത്തകൾ വരികയാണെങ്കിൽ, അങ്ങനെ നോട്ടിഫിക്കേഷൻ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യും നമ്മുടെ വീഡിയോസ്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റേ ട്യൂൺ ചെയ്യുക. ഇനി നിങ്ങളുടെ വർഷം അഡ്മിഷൻ വർഷം അതിൽ ഇൻക്ലൂഡഡ് അല്ല, അങ്ങനെയുള്ള നോട്ടിഫിക്കേഷനാണ് വന്നതെങ്കിൽ യു ഹാവ് ടു വെയിറ്റ്. നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അതിന് നമ്മൾ പറയുന്നൊരു കാര്യമാണ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ. ഇങ്ങനെയുള്ള എക്സാമിനേഷൻ സമയത്ത് മാത്രമേ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കൂ. 5 or 6 വർഷം കൊണ്ട് എഴുതി തീർക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ സപ്ലിമെൻ്ററി ഉള്ള വിദ്യാർത്ഥികൾക്ക് പിന്നെയുള്ള ഏക അവസരം നേരത്തെ പറഞ്ഞ സ്പെഷ്യൽ എക്സാമിനേഷനാണ്. ആ പരീക്ഷകൾക്ക് മാത്രമേ നിങ്ങൾക്ക് എഴുതാനും ജയിപ്പിക്കാനും സാധിക്കുകയുള്ളൂ. 2016 വരെയാണ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷമുള്ള വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ കോൾ ഫോർ ചെയ്തിട്ടില്ല. വീണ്ടും വിദ്യാർത്ഥികളോട് ആവർത്തിച്ച് പറയാണ്, ഇത് നമ്മൾ സാധാരണ ഒരു അക്കാഡമിക് ഇയറിൽ ഇപ്പോൾ ഓഡ് സെമസ്റ്റർ ആണെങ്കിൽ അടുത്ത അക്കാഡമിക് ഇയറിൽ ഈവൻ സെമസ്റ്റർ പരീക്ഷകൾ കോൾ ഫോർ ചെയ്യുന്ന റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷകളല്ല. ഇത് സ്പെഷ്യൽ എക്സാമിനേഷനാണ്. എല്ലാ അവസരങ്ങളും നഷ്ടപ്പെട്ട, എല്ലാ സാധ്യതകളും അവസാനിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾക്കുള്ള മേഴ്സി ചാൻസാണ് ഈ പറയുന്ന 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ. അതിന് കോൾ ഫോർ ചെയ്യുമ്പോൾ നിങ്ങൾ ആ സമയത്ത് തന്നെ അപ്ലൈ ചെയ്യണം. അപ്ലൈ ചെയ്യുമ്പോൾ അതിന് അത്യാവശ്യം പൈസ കൂടുതലാണ്. പരീക്ഷ സെൻറ്റർ വരുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലായിരിക്കും. ഇത് എന്ന് വിളിക്കും ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഡിപ്പെൻഡ്സ്. വീണ്ടും ഇറ്റ് ഡിപ്പെൻഡ്സ് എന്ന് പറയാൻ കാരണം പലപ്പോഴും ഓരോ വർഷവും അങ്ങനെ കോൾ ഫോർ ചെയ്യാറില്ല. ഇപ്പോൾ 2016 വരെ വിളിച്ചെന്ന് പറയുന്നത് കുറേ വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെയുള്ള ഓരോ പ്രൊവിഷൻസ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി തന്നെ പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ആവർത്തിക്കുന്നു, ഇതുവരെ 2016 വരെയാണ് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷൻ അഥവാ സ്പെഷ്യൽ എക്സാമിനേഷൻ കോൾ ഫോർ ചെയ്തിട്ടുള്ളൂ. 2017, 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ കോൾ ഫോർ ചെയ്തിട്ടില്ല. 2017, 2018 അഡ്മിഷൻ വിദ്യാർത്ഥികൾ എന്ന് കോൾ ഫോർ ചെയ്യുമെന്ന് ചോദിക്കുകയാണെങ്കിൽ അടുത്തു തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കോൾ ഫോർ ചെയ്യുമെന്നാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത. വിദ്യാർത്ഥികളോട് വീണ്ടും ആവർത്തിക്കുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓരോ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ, പ്രത്യേകിച്ച് സെമസ്റ്റർ പരീക്ഷകളുടെ നോട്ടിഫിക്കേഷൻ ഇറക്കുമ്പോൾ നിങ്ങളുടെ അഡ്മിഷൻ ഇയർ അതിൽ ഇൻക്ലൂഡഡ് ആണോ, ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന കാര്യം ചെക്ക് ചെയ്യുക. ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാം, ഇല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞ പോലെ സ്പെഷ്യൽ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അത് ചിലപ്പോൾ 1 വർഷമാവാം, 2 വർഷമാവാം, 3 വർഷമാവാം. അങ്ങനെ പല കൊല്ലങ്ങൾ എടുത്തിട്ടാണ് ഇങ്ങനെയുള്ള പരീക്ഷകൾ കോൾ ഫോർ ചെയ്യാറുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെയുള്ള വാർത്തകൾക്കായി തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സ്റ്റേ ട്യൂൺ ചെയ്ത് മുന്നോട്ട് പോവുക. ഇങ്ങനെയുള്ള വാർത്തകൾ തീർച്ചയായിട്ടും നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. ഇപ്പോൾ ഡിഗ്രി എന്ന പ്രോഗ്രാമിന് പഠിക്കുന്ന വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, നിങ്ങൾ 5 to 6 ഇയേഴ്സിനുള്ളിൽ തന്നെ സപ്ലിമെൻ്ററി ഇല്ലാതെ പരീക്ഷകൾ എഴുതി ജയിക്കുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച് നല്ലത്. അല്ലെങ്കിൽ ഡിഗ്രി എന്ന പ്രോഗ്രാം സ്വായത്തമാക്കാൻ കുറച്ചധികം കഷ്ടപ്പെടേണ്ടതായിട്ട് വരും. ഇക്കാര്യം മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ 3-4 വർഷ ഡിഗ്രി UG പ്രോഗ്രാം വരുമ്പോൾ കുറച്ചും കൂടി കാര്യങ്ങൾ കോംപ്ലക്സ് ആവുന്ന കാര്യം മറന്നു പോകരുത്. ഇതുമായി റിലേറ്റ് ചെയ്യുന്ന പുതിയ അപ്ഡേറ്റുകൾ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നതാണ്.
നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാനും അതിനെപ്പറ്റി അറിയാവുന്നവർ തിരിച്ച് കമൻറ്റ് ചെയ്യാനും രണ്ടും കൂടി നോക്കി നമുക്കറിയാവുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നമ്മൾ തീർച്ചയായിട്ടും മറക്കില്ല. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.